Hello all, this is Anuja and you are watching Essence of Science. 2026 സ്റ്റാർട്ട് ചെയ്തു, ദ ഫസ്റ്റ് മന്ത് കഴിയാനായി. സോ എല്ലാവരും ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് ഒരുപാട് റെസൊല്യൂഷൻസും ഗോൾസും ഒക്കെ എടുത്തു കാണുമായിരിക്കും അല്ലെ. നിങ്ങൾ ജേർണൽസും വിഷ് ബോർഡ്സും ഒക്കെ വഴി ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കാണും. ആൻഡ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഇപ്പൊ കുറച്ച് കുറഞ്ഞു കാണുമായിരിക്കും അല്ലെ. ആൻഡ് അതിന്റെ പിന്നിലെ കാരണം എന്താണ്? നിങ്ങളുടെ ഗോൾ എത്തുന്നവരെ നിങ്ങൾക്ക് എങ്ങനെയാണ് കൺസിസ്റ്റന്റ് ആയിരിക്കാൻ പറ്റുക? ആൻഡ് സോ ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് കൺസിസ്റ്റൻസി. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കി വെക്കാം. ഈ ന്യൂ ഇയർ ആയി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഫിറ്റ് ആയിരിക്കുക എന്നുള്ളത്. ആൻഡ് ഒരുപാട് പേര് ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്യും, കുറെ പേര് ഹോം വർക്ക്ഔട്ട്സ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള എക്സൈറ്റ്മെന്റ് സ്ലോലി കുറഞ്ഞു വരും. ആൻഡ് ഇതിന്റെ പിന്നിലെ റീസൺ എന്താണ്? നിങ്ങൾ ഏതൊരു പുതിയ പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങളുടെ ബോഡിയുടെ അകത്ത് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോൺ, ഒരു എക്സൈറ്റിംഗ് ഹോർമോൺ റിലീസ് ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഈ ഹോർമോൺ ആണ് നിങ്ങളെ ആ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ആൻഡ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു കോമൺ തിങ് ആയി മാറും. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ബോർ അടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ദെൻ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവും കുറഞ്ഞു വരും. ആൻഡ് ഈ സഡൻ ഡ്രോപ്പ് ഓഫ് ഡോപ്പമിൻ ആണ് നിങ്ങൾക്ക് ഫൈനലി ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുവാനുള്ള കാരണം. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് നിങ്ങൾ ഏതൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് കീപ്പ് ചെയ്യും. ആൻഡ് ആ എക്സ്പെക്ടേഷൻസ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ യു ഗെറ്റ് ഡിപ്രസ്ഡ് ആൻഡ് യു ഡ്രോപ്പ് ഇറ്റ്. പിന്നെ നിങ്ങൾ അത് ഒരിക്കലും ട്രൈ ആക്കുവാനുള്ള ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുകയില്ല. സോ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇപ്പോഴത്തെ ജെൻസി കിഡ്സ് എല്ലാവരും ഒരു എന്റർടൈൻമെന്റ് വിത്തൗട്ട് എഫേർട്ട്, അതാണ് അവരുടെ റിയൽ മോട്ടോ എന്ന് പറയുന്നത്. അവർക്ക് എല്ലാം വിത്തിൻ സെക്കൻഡ്സ് ഒരു ക്വിക്ക് പ്ലഷർ ആണ് അവർക്ക് ആവശ്യം. അധികം എഫേർട്ട് ഒന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ എങ്ങനെ ഒരു കാര്യം നേടിയെടുക്കാം എന്നുള്ളതാണ് അവരുടെ മെയിൻ എയിം. ആൻഡ് ആ ഒരു എക്സ്പെക്ടേഷൻ അവർക്ക് സാധിക്കാതെ ആവുമ്പോൾ അവർ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവുന്നു. ആൻഡ് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യാനുള്ള മോട്ടിവേഷൻ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ബിക്കോസ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹോം വർക്ക്ഔട്ട് ആണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് 5 minutes വർക്ക്ഔട്ട് ചെയ്താൽ മതി. അങ്ങനെ സ്ലോലി അത് കൺസിസ്റ്റന്റ് ആയിട്ട് ആ 5 minutes വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് സ്ലോലി അതിന്റെ സമയം നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. ആസ് യു ഓൾ നോ, കൺസിസ്റ്റൻസി ആണ് ഇന്റൻസിറ്റിനെക്കാട്ടും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുക എന്നുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ടും ഡിപ്രസ്ഡ് ആവാതെ മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾ അത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുവാനുള്ള മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ആൻഡ് ദാറ്റ് ഇസ് ദ സ്കിൽ ദാറ്റ് യു നീഡ് ടു ബിൽഡ് അപ്പ് ഇൻ ദിസ് ന്യൂ ഇയർ. അപ്പൊ ഈ ന്യൂ ഇയറിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.